അസ്സലാമലൈക്കും. നമ്മുടെയൊക്കെ മുന്നിൽ പെരുന്നാൾ ദിവസം വന്നെത്തിയല്ലോ. ചെറിയ പെരുന്നാൾ ദിവസം. ഈ ചെറിയ പെരുന്നാളിൽ പാലിക്കേണ്ട കുറച്ച് സുന്നത്തുകൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണുക. പ്രത്യേകിച്ച് പലരുടെയും സംശയമാണ്, പെരുന്നാളിൻ്റെ ഭക്ഷണം അന്യമതസ്ഥർക്ക് കൊടുക്കാമോ, അത് ഹറാമാണോ ഹലാലാണോ എന്ന് പലർക്കും സംശയമുണ്ട്. നമുക്കത് ക്ലിയർ ചെയ്യാം. ആദ്യം തന്നെ പറയട്ടെ, പെരുന്നാളിൻ്റെ ദിവസം, പെരുന്നാളിൻ്റെ രാവിലെ നമ്മൾ അള്ളാഹുവിനോട് ധാരാളം ദുആ ചെയ്യുക. നമ്മൾ എല്ലാ സമയവും ദുആ ചെയ്ത് സന്തോഷങ്ങൾ വരുമ്പോൾ അള്ളാഹുവിനെ മറക്കരുത്. അള്ളാഹുവിനെ മറന്ന് നമ്മൾ സന്തോഷിക്കാൻ പാടില്ല. നമ്മൾ എല്ലാവരും സന്തോഷത്തിലിരിക്കുമ്പോൾ നമ്മൾ അന്നും പടച്ച റബ്ബിനോട് ഓർമ്മിച്ച് അള്ളാഹുവിൻ്റെ മുന്നിൽ കൈകൾ ഉയർത്തിയാൽ അള്ളാഹു നമ്മുടെ ദുആയ്ക്ക് ഉത്തരം തരും. അത് ഉറപ്പാണ്. അള്ളാഹു നമ്മളെ കൈവിടില്ല. പെരുന്നാളിൻ്റെ രാവിലും പകലിലും നമുക്ക് ഒരുപാട് ദുആയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളാണ്. ഈ രാവ് നമ്മൾ ഉപകാരപ്പെടുത്തുക. അതുപോലെ പകലിലും നമ്മൾ ഉപകാരപ്പെടുത്തുക. അള്ളാഹുവിൻ്റെ മുന്നിൽ കൈകൾ ഉയർത്തുക. പെരുന്നാളിൻ്റെ സുന്നത്തുകളിൽ പെട്ടതാണ് 2 റക്അത്ത് പെരുന്നാൾ നിസ്കാരം. അത് സ്ത്രീകൾ വീട്ടിൽ നിന്നും പുരുഷന്മാർ പള്ളിയിൽ നിന്നും നിസ്കരിക്കുക. അന്ന് ചൊല്ലേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ദിക്റാണ് നമ്മൾ തക്ബീർ ധാരാളം അധികരിപ്പിക്കുക. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഈ ഒരു ദിക്ർ നമ്മൾ ധാരാളം അധികരിപ്പിക്കുക. പള്ളികളിൽ നിന്ന് ചൊല്ലുമ്പോൾ, അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിനും ശരീരത്തിനൊക്കെ ഒരു കുളിര് പകരലായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ പള്ളികളിൽ നിന്ന് ചൊല്ലുന്നത് കേട്ട് നിന്നാൽ പോരാ. നമ്മളൊരു തസ്ബീഹ് മാലൊക്കെ എടുത്ത് ഒരു നെയ്യത്തൊക്കെ വെച്ചിട്ട് ധാരാളം ചൊല്ലുക. ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹു പാപങ്ങൾ പുറത്തു തരും, ഒരുപാട് പദവികൾ ഉയർത്തരും, ഐശ്വര്യങ്ങൾ തരും, ദുആയ്ക്ക് ഉത്തരം കിട്ടും. ഒരുപാട് ശ്രേഷ്ഠമായ ദിക്റാണ്. അതുകൊണ്ട് ഈ ദിക്ർ ചൊല്ലാൻ ഉള്ള സമയം നഷ്ടപ്പെടുത്തരുത്. പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അടുത്തൊരു സുന്നത്താണ് പെരുന്നാൾ ദിവസം ഉള്ളതിൽ വെച്ച് ഏറ്റവും പുതിയ ഡ്രസ്സ് ധരിക്കുക. പുതിയത് ഉണ്ടെങ്കിൽ അത് ധരിക്കുക, അല്ലെങ്കിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ഡ്രസ്സ് നമ്മൾ ധരിക്കുക. അത് സുന്നത്താണ്. അതുപോലെ തന്നെ സുഗന്ധം പൂശൽ, പെരുന്നാൾ ദിവസം സുഗന്ധം പൂശൽ പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ്. നമ്മൾ റമദാൻ മാസത്തിൽ പകൽ അത്രയൊന്നും പൂശില്ലല്ലോ. അപ്പോൾ റമദാൻ മാസം കഴിഞ്ഞാൽ പെരുന്നാൾ ദിവസം സുഗന്ധമൊക്കെ പൂശി നടക്കുക. വേറെ ഒരു സുന്നത്താണ്, നമുക്ക് കൂലി കിട്ടുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഈദിൻ്റെ ഭക്ഷണം, പെരുന്നാളിൻ്റെ ഭക്ഷണം നമ്മൾ കഴിക്കുന്നതിൻ്റെ ഒരു പങ്ക് നമ്മുടെ അയൽവാസികൾക്ക്, അത് മറ്റു മതസ്ഥരായിക്കോട്ടെ നമ്മുടെ മതത്തിലുള്ളവരായിക്കോട്ടെ, അവർക്ക് പങ്കുചേരാനായിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുകയും അവരെ വീട്ടിലോട്ടേക്ക് ക്ഷണിക്കുകയും ചെയ്യുക. അതിന് പ്രത്യേകം കൂലി കിട്ടും. അവരെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ മനസ്സും നിറയും, കണ്ണും നിറയും, സമാധാനവും കിട്ടും. ഭക്ഷണത്തിൻ്റെ മുന്നിൽ ജാതിയും മതവും എന്നിങ്ങനെ ഒന്നുമില്ല. സ്നേഹത്തിൻ്റെ മുന്നിലും ജാതിയും മതവും എന്നിങ്ങനെ ഒന്നുമില്ല. നമ്മളെല്ലാവർക്കും കൊടുക്കണം. അപ്പോഴാണ് പടച്ച റബ്ബിനെ നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടുക. അടുത്തൊരു സുന്നത്താണ് നമ്മൾ കുടുംബക്കാരെ സന്ദർശിക്കുക, അയൽവാസികളെ സന്ദർശിക്കുക, കൂട്ടുകാരെ സന്ദർശിക്കുക, എല്ലാവരുടെയും വിശേഷങ്ങൾ അന്വേഷിക്കുക. നമ്മുടെ ബന്ധുമിത്രാദികളോട് നമ്മൾ ഈദ് മുബാറക്ക് സന്തോഷ വാർത്തകൾ അറിയിക്കുക. അതും പ്രത്യേക സുന്നത്തുകളാണ്. ആ ഒരു ദിവസങ്ങളിൽ നമ്മൾ എന്തെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ സ്വതക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതും നമുക്ക് പ്രത്യേകം കൂലി കിട്ടും. മറ്റുള്ളവർക്ക് മധുരം നൽകുക. നമ്മൾ ഈ ഒരു ദിവസങ്ങളിൽ മാക്സിമം നമ്മൾ അള്ളാഹുവിൻ്റെ മുന്നിൽ ഹംദ് പറയാനായിട്ട് സമയം ഉപയോഗിക്കുക. ഈ പെരുന്നാളിനെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ പ്രവാസികൾക്ക് വേണ്ടി എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണം. നമ്മൾ ആരും പടകൊന്നും വാങ്ങി ആഘോഷിക്കരുത്. നമ്മുടെ പ്രവാസികൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി, അവരുടെ നല്ല കാലത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യുക. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് നമ്മൾ യുദ്ധമൊക്കെ മാറി എല്ലാവരും സമാധാനത്തിലുള്ള ജീവിതം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും.